ഹലോ ഗൈസ്, അപ്പോൾ ഇത് കർക്കിടകം 1 തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീസണാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിനചര്യ കംപ്ലീറ്റായിട്ട് മാറ്റുന്നൊരു സമയമാണ്. എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് രാവിലെ ഇരിക്കുന്നതും ഇങ്ങനെ കുളിക്കുന്നതും കണക്കാട്ടുന്നതൊക്കെ പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതായത് കുട്ടിക്കാലം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ പിള്ളേരൊക്കെ ആയപ്പോൾ നല്ല മഴയാണ്, ഈ സമയത്ത് മൂടി പുതച്ച് കിട്ടുന്ന സുഖമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുഖമായിട്ട് തോന്നാറ്. എന്നാലും ഈ ഒരു സമയത്ത് ഞാൻ ആ ഒരു ശീലമൊക്കെ മാറ്റി ഇങ്ങനെ ആക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ കർക്കിടകം 1 രാമായണ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രാമായണം ഈ മാസം ഫുള്ള് നമ്മൾ ഇങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെയായിരിക്കില്ല. പക്ഷെ രാമായണം കർക്കിടകം 7 ഭയങ്കര പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ആ ഒരു കർക്കിടകം 7 അത്രയും ദിവസം എനിക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും രാമായണ മാസാശംസകൾ അങ്ങനെയല്ലേ പറയും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 7 ദിവസമാണ് നമ്മുടെ വ്ളോഗുള്ളത്. 7 ദിവസവും ഞാൻ 7 അമ്പലങ്ങളിലേക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്പലത്തേക്ക് പോയത്, പ്രാവശ്യം ഒരമ്പലത്തേക്ക് പോകുള്ളൂ. ഇപ്രാവശ്യം അപ്പം അച്ഛനോട് പറയും, മക്കളെ നമുക്ക് 7 ദിവസവും 7 ദേവന്മാരുടെ ദിവസങ്ങളാണ്. വ്യാഴാഴ്ച ഒരാളുടെ ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച ഒരാളുടെ ദിവസം, അങ്ങനെ. അപ്പോൾ നിനക്ക് പറ്റുകയാണെങ്കിൽ നീ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴുത്, എന്തായാലും നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, വിളക്കത്തിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്ര നേരത്തെ നമ്മൾ എനിക്കുമുണ്ട്. അപ്പോൾ അച്ഛനും മോക്കും കൂടെ പോവാം. കാരണം എനിക്ക് ക്രാങ്ങളെ കുളിപ്പിച്ച് ക്രാങ്ങളുടെ എല്ലാ കാര്യവും കഴിച്ചിട്ട് പോകാനുള്ളൊരു സമയം ഉണ്ടാവില്ല. അപ്പം ആകുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആയിപ്പോവും. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു നമുക്ക് 2 പേർക്കും പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് കർക്കിടകം 1 ആയതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും മക്കളൊക്കെ ആയിട്ട് പോവുകയാണ്. പാറുന്നൊന്നും ക്ലാസ് ഇല്ല, മഴ ആയതുകൊണ്ട് ഇന്ന് ആർക്കും ക്ലാസ് ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ ഞാൻ ലൈവാക്കുന്നതായിരിക്കും. അപ്പം തൃശ്ശൂർ എന്തായാലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറുട്ടൻ ലീവാണ്, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. കുറച്ച് വയ്യായി ഉണ്ട് ആൾക്ക്. എണീറ്റിട്ട് ഇന്ന് എല്ലാവരുമായിട്ട് പോകണം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഓരോ അമ്പലത്തേക്ക് അവരില്ലെങ്കിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ മക്കളെ നോക്കാനായിട്ട് ഏട്ടനോട് വേണം. എനിക്ക് അച്ഛനായിട്ട് ഞാൻ പോകും കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ ഒരു കർക്കിടക മാസത്തിൽ പണ്ടത്തെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് വീട്ടിലുള്ളവരുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്കുറ്റി അരക്കൽ. അതാണ് മെയിൻ പരിപാടി. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും മുക്കുറ്റി കുറേ അരച്ച് ആക്കും. പക്ഷെ ഞാൻ എന്തോരം അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടത്തില്ല. പക്ഷെ ഇവിടെ അമ്മ അരയ്ക്കുന്നത് കറക്റ്റ് കുഴമ്പ് പോലെ നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു നാക്ക് കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും മുക്കുറ്റി തപ്പി നടക്കാം. മുക്കുറ്റിയും ഈ ഒരു കർക്കിടക മാസവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു വലിയ ബന്ധം ഉണ്ടായിരിക്കും. അതല്ലാണ്ട് നമ്മൾ ഈ കർക്കിടകം കഴിയുന്നത് വരെ നമ്മൾ മുക്കുറ്റി ചന്ദ്രൻ തൊടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ കണ്ടുപിടിച്ചിട്ട് നാളത്തെ വ്ളോഗിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മുറ്റത്തിറങ്ങിയിട്ട് ഒന്ന് മൊത്തം മുക്കുറ്റി ഒന്ന് തപ്പി അടക്കട്ടെ കേട്ടോ. എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. അമ്മ കണ്ടെന്നെ വഴക്ക് പറയും. അയ്യോ, ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം മുക്കുറ്റി കേട്ടോ. നമ്മൾ എന്താ പറയുക, ശങ്കരാന്തിപ്പടി വെട്ടാന്ന് പറയും. അതായത് കർക്കിടകം 1 തൊട്ട് മുമ്പ് നമ്മുടെ വീടിൻ്റെ ഉമ്മറം ഭയങ്കര വൃത്തികേടായിരുന്നു. നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കർക്കിടപ്പടി വെട്ടിയിട്ട് ഉള്ളൊരു സീനാണ്. അതായത് അച്ഛൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഈ ഒരു ഭാഗം മൊത്തമാക്കി ഈ ഒരു ഭാഗത്തേക്ക് കടന്നപ്പോഴത്തേന് മഴ പെയ്തു. പിന്നെ അത് വൃത്തിയാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെയാണ് കുറേ മുക്കുറ്റി ഉള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം മുക്കുറ്റി വേണ്ട. ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് ഫുള്ളും നിറച്ച് പുല്ലായിരുന്നു. ഈ ഒരു നിൽക്കുന്ന ഈ ഒരു സൈഡ് ഫുള്ള് പുല്ലായിരുന്നു. അത് ഫുള്ളച്ഛൻ വെട്ടി നികത്തി വെടുപ്പാക്കി. അപ്പം ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് മുക്കുറ്റി പൊട്ടിക്കാം. കട്ടയാവോ അത് കുറച്ചിരുന്നിട്ട്? മറ്റേ പാത്രത്തിലെടുത്ത് വയ്ക്കാം. അപ്പോൾ കട്ട വെക്കോ. അപ്പോൾ സമയം 6:45. ഇതിൽ 6:45 അതിൽ 6:35. 10 മിനിറ്റ് ഫാസ്റ്റ് നമ്മൾ എപ്പോഴും അടുക്കളയിലത്തെ ക്ലോക്കിലാക്കി വയ്ക്കും. അപ്പം എന്തായാലും നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയും ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയും ആണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം കുറേ ദിവസം പാറുന്നത് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ നമ്മുടെ വ്ളോഗിൽ തക്കാളി ചട്നി കണ്ട് മടുത്തിട്ടുണ്ടാവും. പക്ഷെ പാറുട്ടിനും ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടമാണത്. പിന്നെ ഉണ്ണിയൊക്കെ എണീറ്റൊരു 7:30 8 o'clock ആകുമ്പോൾ പോയി വിളിച്ച് എണീപ്പിച്ച് കുളിപ്പിക്കാന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ കീത്തു എന്തെങ്കിലുമൊക്കെ ഇന്ന് കൂടൽമാണിക്യം പോകണമെന്ന് പറയുന്നുണ്ട് അമ്പലത്തിൽ. അപ്പം ഞാൻ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കൂടൽമാണിക്യത്തേക്ക് പിന്നെ ഈ ഒരു 7 days എപ്പോഴെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം?
അപ്പം ഉണ്ടാക്കാം. നമ്മുടെ ഈ മുക്കുറ്റിച്ചാറ് നമ്മൾ ഒരു പരന്ന പാത്രത്തേക്ക് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ നല്ല കട്ട പിടിക്കും കേട്ടോ. അപ്പം അമ്മ അത് ഒഴിച്ചു വെക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഗോതമ്പ് പൊടിച്ചു വന്നത്. ഇവിടെ ഗോതമ്പ് ദോശ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമല്ല. കീത്തുനെന്തെങ്കിലും അത് അത്ര പ്രിയമില്ല, പക്ഷെ ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഉണ്ണികൾക്കാണ്, അവരുടെ ഇഷ്ടങ്ങൾക്കാണ് കേട്ടോ. പണ്ട് ഇവിടുത്തെ ആണുങ്ങൾക്ക്, അതായത് നിഖിലിൻ്റെയും നിതീഷിൻ്റെ ഇഷ്ടം ഞങ്ങൾ മുൻകൂട്ടി നോക്കിയിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ മക്കൾക്ക് ഏതാണ് ഇഷ്ടം അത് വയ്ക്കും, അങ്ങനെ ചെയ്യുക. അപ്പം മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ലോണം കിട്ടും നമ്മുടെ പാനിൽ. എപ്പോഴത്തെയും പോലെ തന്നെ തക്കാളി ചമ്മന്തിയാണ്. ഈ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് ഭയങ്കര സുഖമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം സവാള അരിയുക എന്നുള്ളത്. അപ്പോൾ ഈ സംഭവം ചെയ്യുന്നത് നല്ല സുഖമാണ്. കണ്ണീന്നാണെങ്കിൽ കുടുകുടാ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുക. ഗോതമ്പ് ദോശ ഇഷ്ടമുള്ളവർ പറയണം. എനിക്ക് ഈ ഒരു ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ വല്ല ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പം അമ്മയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളയപ്പം, ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയായിരിക്കും ചൂടുക. നിപ്പി ചെയ്യണം, അതാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ചമ്മന്തി കുറേ ഇരുന്നും നിന്നും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കാണെങ്കിൽ കർക്കിടക മാസം സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ടെന്നെങ്കിലും അപ്പോഴാണ് അമ്മ പറഞ്ഞത് വേപ്പില പൊട്ടിക്കണമെന്ന്. ഇവിടെ അമ്മ എപ്പോഴും പറയും നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വേപ്പില പൊട്ടിക്കാൻ പോകരുതെന്ന് പറയും. ആ ഒരു പേടി കൊണ്ട് ഞാൻ പോകാതിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു നീ പോയി വേപ്പില പൊട്ടിക്ക്. നമ്മുടെ ഈ വേപ്പില മരം ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കരിഞ്ഞുണങ്ങിപ്പോവും, പിന്നെ നന്നായിട്ട് അങ്ങോട്ട് തളിർത്തൊലച്ച് നിൽക്കും കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ വേപ്പിലയ്ക്ക് ക്ഷാമമില്ല. നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇവിടെ തന്നെയാണ് വേപ്പില കൊണ്ടുപോകാറുള്ളത്. ഞാനാണെങ്കിൽ കറിയിൽ ഒരുപാട് വേപ്പില ഇടുകയും ചെയ്യും. എരി ഭയങ്കര കുറച്ചിടുള്ളൂ, മക്കൾക്ക് കൊടുക്കണ കാരണം എരി ഭയങ്കര കുറച്ചിട്ടാണ് ഇടാം കേട്ടോ. അപ്പോൾ ഈ പണികൾ കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളവും കൊണ്ടിട്ട് മേലെ പോയി നമ്മുടെ 2 പിള്ളേരെയും വിളിക്കാൻ നിൽക്കുക. അപ്പോൾ അച്ഛനും മക്കളും നല്ല ഉറക്കമാണ്. കാശിക്കുട്ടനെ തൊട്ടാൽ മതി, അവൻ എണീറ്റോളും. കുളിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കും. പാറുവിനേക്കാളും കുറേ കൂടെ വാശി കുറവാണ് കാശിമോൻ കേട്ടോ. കാച്ചിമോനെ, കാച്ചിക്കുട്ടാ ഇങ്ങോട്ട് കുളിക്കാം നമുക്ക്? വേണ്ടേ? കുളിക്കണ്ടേ? അമ്പലത്തിൽ പോണ്ടേ? തമ്പായിനെ കാണാൻ പോണ്ടേ? ദീപം കാണാൻ പോണ്ടേ? പോവാണെങ്കിൽ എന്ത് ചെയ്യണം? പല്ലേക്കണം, കുളിച്ചണം. ഓക്കെ ഓക്കെ. ബ്രഷ് ചെയ്യാം നമുക്ക് പോയിട്ട്. അച്ചോ, നമുക്ക് ബാത്റൂമിൽ പോയിട്ട് പേസ്റ്റും ബ്രഷും എടുത്ത് പല്ലേക്കാം. എന്നിട്ട് നമുക്ക് കുളിക്കാം. ആരാ വിളിച്ചെന്നെ? എന്തോ 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 ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. എൻ്റെ കാശുകൂടെ ഒറ്റ വിളിയിൽ എണീറ്റു. ഒരു വിളി വിളിച്ചാൽ മതി എൻ്റെ മോൻ വേഗം എണീറ്റ് പല്ല് തേച്ചു കുളിച്ചു അല്ലേ. ചേച്ചിയമ്മ മടിച്ചിക്കോ, അത് അവിടെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട് പുതപ്പിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഡഷ് ഇടണം. അമ്പലത്തിൽ പോണ്ടേ? അമ്പലത്തിൽ പോണ്ടേ? ദീപം പോണ്ടേ? തമ്പായിനെ കാണണ്ടേ? ലോഷനൊക്കെ പറ്റി ഉടുപ്പിട്ടിട്ട് അമ്മ ദോശ തരാട്ടാ. ഓക്കെ ഓക്കെ പറ, ഓക്കെ പറ, ഓക്കെ പറ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കി, മുടിയിലേക്കണ്ടേ? ചന്ദനം തൊടണ്ടേ? സുന്ദരനാവണ്ടേ? ഗുഡ് ബോയിന് നോക്കി ചന്ദനം കണ്ട എൻ്റെ മോൻ തൊടട്ടമ്മ വിട്. ആണ്ടേ ഇങ്ങോട്ടേക്ക് കണ്ടാടെ നോക്കി. പാപ്പ എടുക്കട്ടെ കേട്ടോ, ഇവിടെ നിൽക്കിട്ടാ. പാപ്പ എടുത്തരാം.
അയ്യോ കേട്ടാ. ഇപ്പം ഞാൻ കാശിക്ക് ഇങ്ങനെ പീസായിട്ട് ഇട്ട് കൊടുത്തു. ഞാനും ഇരുന്ന് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ തന്നെ എണീക്കുമ്പോഴേ ഭയങ്കര വിശപ്പ് വരും. പിന്നെ നമ്മൾ ആ ഡ്രിങ്ക് കുടിക്കുന്നില്ലേ, അത് വെയിറ്റ് ലോസിനുള്ള ഡ്രിങ്കാണ്. അതും കുടിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ വിശപ്പും തളപ്പും ഒക്കെ വയറ്റിൽ വരും. ഞാൻ വേഗം ഫുഡ് കഴിക്കുകയാണ്. കാശിമോനായാലും ഭയങ്കര ആസ്വദിച്ച് കഴിക്കും. എന്താ പറയുക, ഈ പ്രായത്തിലൊക്കെ നമ്മുടെ പാറുമോൾ ഇപ്പോഴാണ് ഒറ്റയ്ക്ക് വാരി കഴിച്ചു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. അതിന് മുമ്പ് വരെ കാശ് വാരി കൊടുക്കുമായിരുന്നു. എപ്പോഴും നമ്മൾ റീലൊക്കെ കാണാറില്ലേ, സെക്കൻഡ് ബേബീസൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും. ഫസ്റ്റത്തെ ബേബിക്ക് നമ്മളെല്ലാം ഇപ്പോഴും ചെയ്ത് കൊടുക്കണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ കുട്ടിക്ക് എല്ലാ കാര്യത്തിനും പ്രിഫറൻസ് കൊടുത്ത് എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു സമയം നമുക്കുണ്ടല്ലോ. ഇതങ്ങനെയല്ലല്ലോ. ഇപ്പം എനിക്ക് കൊതിയാകുമ്പോൾ ഞാൻ വാരി കൊടുക്കും. ചോറ് അവൻ ഒറ്റയ്ക്ക് വാരി തിന്നാൻ അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ കഴിക്കും. ചോറ് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ അറിയില്ല. ഇനി അതൊന്ന് പഠിപ്പിക്കണം. കുറേ നാൾ കഴിയുമ്പോൾ ഈ വാരി കൊടുക്കലൊക്കെ ഭയങ്കര മിസ് ചെയ്യും അല്ലേ. അപ്പോൾ ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അച്ഛനമ്പലത്തിൽ പോയി. പ്രസാദം, ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം, ചന്ദനം, പുഷ്പം. പിന്നതുകൊണ്ട് ഇത് നമ്മുടെ ഗണപതി ഹോമത്തിന് കിട്ടുന്ന പ്രസാദമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പ്രസാദം. കാശ് കൊടുക്കും പിടിരുന്നത്. സുന്ദരി ഒരുങ്ങി എവിടെ പോവാൻ നിൽക്കണ്? പറഞ്ഞു. ഇന്നത്തെ എന്താ സ്പെഷ്യാലിറ്റി അറിയോ? എന്താ പ്രത്യേകത? അപ്പോൾ ഞങ്ങൾ റെഡി ആയപ്പോഴത്തേനും കീത്ത് പിള്ളേർക്ക് ഫുഡ് കൊടുക്കുകയാണ്. അവർ നമ്മൾ കൂടൽമാണിക്യത്തേക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോണത് കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ദിവസം നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അടുത്ത് 2 കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. പോവാണ്. ഏട്ടനാണെങ്കിൽ പണിയുണ്ട്. അപ്പോൾ വേഗം തന്നെ സൈറ്റിലേക്ക് പോവാം. അമ്പലത്തിൽ പോയിട്ട് വരാം. കുട്ടിയൊക്കെ വാരി പറക്കി ഞങ്ങളിത് അമ്പലത്തിൽ പോകുന്ന അല്ലേ. പുഷ് ഹായ് പറ. ഹായ്, ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോണത് നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തേക്കാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും തൊട്ടപ്പുറത്ത് കടലാണ്. കടലിന് തൊട്ട് ഫ്രണ്ടിലാണ് കൃഷ്ണൻ്റെ കോവിൽ വരുന്നത്. കടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലമൊക്കെ ഫുള്ള് വെള്ളം വരും. ഇതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ അതേ കണക്കിനിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 2 പേരെയും കൊണ്ടുപോയി ഉള്ളിൽ പോയി തൊഴുതു. വെണ്ണ പ്രസാദം മേടിച്ചു. കീത്തുവിന് വെണ്ണ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വെണ്ണ വഴിപാട് ഞാൻ കൊടുത്തിട്ടു. അവളിങ്ങനെ കുറേ ഇരുന്ന് കഴിക്കും. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ വേഗം പോയി ചീട്ടാക്കി. ഞങ്ങൾ തൊഴുത് വന്നതിന് ശേഷം പുറത്ത് പോയി വീണ്ടും എഴുതിച്ച് പിന്നെ അകത്ത് പോയി. ഞാൻ എപ്പോഴും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. അപ്പം ഞാൻ വിചാരിക്കും, ഈശ്വര എന്തെൻ്റെ കൃഷ്ണൻ പരീക്ഷിക്കുകയാണോ എന്ന്. അതെനിക്കറിയില്ല. കുറേ അബദ്ധങ്ങൾ പറ്റും. കാശിക്കുട്ടൻ്റെ നാളൊക്കെ തെറ്റിയിട്ടാണ് ഞാൻ കൊടുത്തത് കേട്ടോ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ. വേഗം പോയിട്ട് ഏറ്റവും വലിയ പ്രത്യേകത കടലാട്ടേക്കാണ്. ഇവിടെ തൊഴുതിട്ട് തിരിച്ചങ്ങോട്ട് പോകില്ലേ?
അതും എന്താ വ്യത്യാസം നോക്കട്ടെ. കൗസല്യ സുപ്രജ രാമ പൂവ സന്ധ്യ പ്രവർത്തതോ ഇതിനൊരു നാച്ചുറാലിറ്റി ഉണ്ടാവും. ഡ്രസ്സ് മാറ്റാം. ഏട്ടൻ വന്ന പാടെ തന്നെ ജെറ്റ് വിട്ട പോലെ പണിസ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഒന്ന് 1-ാം തീയതി ആയതുകൊണ്ടാണ് അമ്പലത്തേക്ക് വരാമെന്ന് വെച്ചത് കേട്ടോ. ഞാൻ വരെ നിർബന്ധിക്കുകയും ചെയ്തു, എന്തായാലും എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന്. നാളെ തൊട്ട് ഞാൻ നമ്മുടെ അച്ഛൻ്റെ കൂടെ പോവുള്ളൂ. കാരണം എന്നെപ്പോലെ അത്രയും ഈ ഒരു കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അച്ഛൻ. അപ്പം അച്ഛനെ കൂട്ടുപിടിക്കാനാണ് എനിക്ക് ഏറ്റവും നല്ലത്. പിള്ളേരെ കാര്യമൊക്കെ ഏട്ടൻ നോക്കിക്കോളൂ. ആ ഒരു എഗ്രിമെൻറ്റിലാണ് ഞാനുമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ റെഡിയായി. അവർ പറഞ്ഞു എന്നോട് നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ തൊഴുത് വന്നപ്പോൾ എന്തായാലും അവരോട് ഉണ്ട് ഒരുമിച്ച്. നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ അത്, കൂടൽമാണിക്യം. ഒരുപാട് കാണാനും ഒക്കെ ഉണ്ട്. ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ. കാരണം കാണാൻ എന്ത് രസം കാണാൻ വേണ്ടിയിട്ട്. അവനക്ക് എടുക്കണ്ടെന്ന് അവനക്ക് എടുക്കണ്ടടാ. കൊടുക്കടാ, ചേട്ടൻ ഉറക്കി കൊടുക്കും. ഓം നമോ ഭഗവതേ സംഗമേശായ. ഭാരതത്തിലെ ചതുർധാമ ദർശനം പോലെ കേരളത്തിലെ നാലമ്പല ദർശനത്തിൽ 2ാമത് ദർശനം നടത്തേണ്ട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് സ്വാഗതം. പ്രത്യേകിച്ച് തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. നമ്മൾ അവിടെ നിന്നും വേഗം തന്നെ തൊഴുതിറങ്ങി. അപ്പം 1-ാം തീയതി ആയതിൻ്റെ ഒരു പിന്നെ നാലമ്പല ദർശനം ഉണ്ടല്ലോ. ഇപ്പോൾ 1-ാം തീയതി ആയതിൻ്റെ പ്രത്യേക തിരക്കും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. പിന്നെ പാറുവിൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ, പുഴ, പിന്നെ ഇവിടുത്തെ കോവിലിൻ്റെ ഒരു ഭംഗി, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും തൊഴുത് വീട്ടിലേക്ക് വേഗം എത്തി. ഇനിയിപ്പോൾ 2 മണിക്കാണ് പാറുട്ടൻ്റെ ഡാൻസ് ക്ലാസ് ഉള്ളത്. എൻ്റെ നെറ്റത്ത് ചന്ദനം കണ്ടു ഗൈസ്. എന്തൊക്കെ കോപ്രായങ്ങളാണ് ഞാൻ എൻ്റെ മോളും കാണിക്കുന്നത്. ചന്ദനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇവിടം തൊട്ട് അങ്ങേറ്റം വരെ ചന്ദനം വരയ്ക്കാനായിട്ട്. കുറച്ചേരം വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കാശിക്കൂട്ടനെ വേഗം ഏട്ടൻ്റെ കൊടുത്തു. 3 പിള്ളേരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിട്ടോ. പിന്നെ ഞാൻ അവൾ ഉരുക്കണ്ട ഓരോരോ കാട്ടിക്കൂട്ടലുകളായിരുന്നു. അമ്മയ്ക്ക് ഡാൻസ് അറിയില്ലല്ലോ പാറു. എനിക്കിത് അതെന്ത് സ്റ്റെപ്പ് അത്? ഇത് ഏത് മുദ്ര? പാറുട്ടാ പാറുട്ടനെ ഡാൻസ് പഠിച്ചിട്ടേ അത്ര ഇഷ്ടമാണോ ഡാൻസ് കളിക്കാൻ? അമ്മ ഇത് ബോയ്സിന്റെ ഹെയർ സ്റ്റൈൽ പോലുണ്ടല്ലോ. ബോയ്സിന്റെ ഹെയർ സ്റ്റൈൽ ഒന്നും ഇത് ഗേൾസിന്റെ ഹെയർ സ്റ്റൈൽ. അതല്ല, ഇവിടെ കുറച്ച് പോകുമ്പോഴേ എനിക്ക് ബോയ്സിന്റെ ഹെയർ സ്റ്റൈൽ പോലത്തും. ബോയ്സിന്റെ ഹെയർ സ്റ്റൈൽ ആക്കിയല്ലോ. ഓക്കേ, ഒരു കാര്യം പറയട്ടെ. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടേ പാറമ്മനെ പഠിപ്പിച്ചേട്ടാ. അമ്മയ്ക്കും മേമ്മയ്ക്കും പാറു ഡാൻസ് ക്ലാസ് എടുത്തരണം. ഓക്കെ ആണോ? ആ Can you work out like a paper making or to work test? ഡാൻസ് ക്ലാസ് എടുത്തരോ അമ്മയ്ക്കും മേമ്മയ്ക്കും? Yeah. എടുത്തരോ? Yeah. ഇല്ല എന്നാ Yeah. അമ്മയ്ക്കും മേമ്മയ്ക്കും ഡാൻസ് അറിയില്ലല്ലോ ക്ലാസ്. No, yeah. എത്ര
എങ്ങനെ ക്ലാസ് എടുക്കുക? എത്ര മണിക്ക് ക്ലാസ് എടുക്കുക? 4:31. ഓ 4:31. അടിക്കോ? നല്ല കുട്ടിയായിട്ട് ഡാൻസ് കളിക്കുക. ചോറിനുണ്ട് ഇനി ഒരു കാര്യം ചെയ്തിട്ട് പഴം കഴിച്ചിട്ട് പോവാം. അതൊന്നും വിശക്കുന്നില്ല. വേണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ എന്നാ ഞാൻ ബൈ. പാറു ബൈ. ഇതാ എന്തെങ്കിലും സെറ്റിങ്സ് മാറി കിടക്കണ്ടോ? ഞാനിതിന് വലിയൊരു അഡിക്റ്റഡ് അല്ല. ഇത് ഞാൻ മെയിനായിട്ട് ഇത് ആദ്യം ഞാൻ ചെയ്തില്ല. പിന്നെ വിചാരിച്ചത് ഇവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ പിന്നെ രണ്ടാമത് പോയി വഴിപാട് കൊടുത്തു. അത് വേറെ രസം കേൾക്കണം. എനിക്ക് വേറെ രസം കേൾക്കണം. ഞാൻ ചേട്ടാ ഞാനിങ്ങനെ നിന അവിട്ടം നിഹ അവിട്ടം വെയിറ്റ് ഐസ് ഇങ്ങനെ എടുക്കണ്ട. ആ സ്പൂണിന്റെ ഐസ് പപ്പു. രസമുണ്ട്. എന്താണത്? ഒരു കുഴി വേർപ്പ് വരുന്നുണ്ട് എന്റെ ഇടയിൽ. അപ്പൊ ഗൈസ് നമ്മള് ഇന്ന് കർക്കിടകം 1. അയ്യോ. അപ്പൊ ഇന്ന് കർക്കിടകം 1 വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഉച്ചവരെയുള്ള വീഡിയോയെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഉച്ചവരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലേ വൈകുന്നേരത്തേക്ക് എനിക്കത് അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ. വൈകുന്നേരത്തെ വരെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത്തും ഉണ്ടാവും. മാത്രമല്ല കുറേ നേരം എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ സമയം പോകും. കറക്റ്റ് ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ 7 ദിവസം മുൻപോട്ട് കൊണ്ടുപോകണം കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ലെവലിനേക്കാളും ഒരു 3 ഇരട്ടിയായിരുന്നു റെസ്പോൺസ് നിങ്ങളുടെ. അതുകൊണ്ട് എനിക്ക് ഓരോ ദിവസം ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്താ അമ്മ എന്താ? അപ്പോൾ ഗൈസ് നാളെ തന്നെ നമുക്ക് കാണാം. അതായിരിക്കും ബൈ.